പിണറായി വിജയനല്ല, ഇത് PR വിജയൻ. നാറി നനഞ്ഞു നിൽക്കുന്ന പിണറായി വിജയന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ വലിയ പാരമ്പര്യം ഘോഷിക്കുന്ന ഹിന്ദു ദിനപത്രത്തിൽ ഒരു PR ഏജൻസി ഇടപെട്ട് ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വലിയ പുകയിൽ നടക്കുകയാണല്ലോ. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന ആദ്യ PR എക്സസൈസ് ആണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. പിണറായി വിജയൻ മാത്രമാണോ ആദ്യമായി PR ഏജൻസിയെ കൊണ്ട് ഇമേജ് മേക്ക് ഓവർ നടത്തുവാൻ ശ്രമിച്ചിട്ടുള്ളത്? അല്ല. ഇവിടുത്തെ കൊച്ചു തീവട്ടി രാഷ്ട്രീയക്കാരന്മാർ മുതൽ ഷാഡോ ഓഫ് ചീഫ് മിനിസ്റ്റർ പദവിയിൽ വരെ ഇരിക്കുന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്ന പണിയാണ് ഇതെല്ലാം. സഭാധ്യക്ഷനെ വണ്ടിയിടിപ്പിച്ചു കൊന്ന ഒരു തീവട്ടി ബിഷപ്പിന്റെ പണം വാങ്ങി തിരുവനന്തപുരത്ത് ഇഫ്താർ പാർട്ടി നടത്തി ആ വൃത്തികെട്ട ബിഷപ്പിന്റെ മടിയിൽ കയറിയിരുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ പടം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഹിന്ദു ചെയ്യുമ്പോൾ അത് PR-ഉം പേട്ടയിലെ പത്രം ശമ്പളം കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ കാശ് മേടിച്ച് വാർത്ത കൊടുക്കുമ്പോൾ അത് മാധ്യമ വ്യഭിചാരവും ആ നിലപാടിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. തലേ ദിവസത്തെ വളിച്ച വാർത്തകൾ വായിക്കുവാനും പെയ്ഡ് വാർത്തകളും പരസ്യങ്ങളും വായിക്കുവാനും പത്രം പണം കൊടുത്തു വാങ്ങണോ എന്ന് ചോദിച്ച് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത ചെയ്തിരുന്നു. ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുന്നതിനും ഒരു തീരുമാനമെടുക്കുവാൻ ഉതകുന്നതുമാണ് ഹിന്ദു ദിനപത്രത്തിൽ വന്ന ഈ PR അഭിമുഖം. ആ PR വർക്കിന്റെ കണ്ടന്റ് എന്താണ് എന്നതല്ല i2 ന്യൂസ് ഇന്ന് അഡ്രസ് ചെയ്യുന്നത്. മറിച്ച് ഒരു പത്രസ്ഥാപനത്തിന് വന്ന മൂല്യച്യുതിയും ഈ ഡിജിറ്റൽ യുഗത്തിലും ഇങ്ങനെ ജനങ്ങളുടെ ചിന്തയെ തങ്ങളുടെ പഴയ ആ പാരമ്പര്യം വിറ്റ് വ്യഭിചരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നു, ജനങ്ങൾ അതിന് വശംവദരാകുന്നു എന്നതുമാണ്. പത്രമാധ്യമങ്ങളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് പരസ്യത്തിലൂടെയും പത്രം വിറ്റ് കിട്ടുന്ന പണത്തിലൂടെയുമാണ്. പത്ര ഏജന്റുമാർ എന്ന ഇടനിലക്കാർ വഴി പത്രം വിൽക്കുന്നു, അവർക്കതിന് 25% കമ്മീഷനും ലഭിക്കുന്നു. അതുപോലെ പരസ്യ ഏജൻസികൾ വഴി പരസ്യം ലഭിക്കുന്നു, അതിന് 15% കമ്മീഷൻ അവർക്കും ലഭിക്കുന്നു. പരസ്യ ഏജൻസികൾ വഴിയല്ലാതെ നേരിട്ടും ഇന്ന് പരസ്യം എടുക്കാറുണ്ട്. പത്രം എപ്പോഴും സേഫ് കച്ചവടമാണ് നടത്തുന്നത്. കാരണം പത്ര ഏജന്റിന്റെ കയ്യിൽ നിന്നും 2 മാസത്തെ പണം അഡ്വാൻസായി പത്രം കളക്ട് ചെയ്യാറുണ്ട്. അതുപോലെ പരസ്യ ഏജൻസികളുടെ കയ്യിൽ നിന്നും പരസ്യ വോളിയം അനുസരിച്ച് ഡെപ്പോസിറ്റ് മേടിക്കാറുണ്ട്. 1 മാസം അവർ ചെയ്യുന്ന പരസ്യ വോളിയത്തിലും കൂടുതൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവർക്ക് കാണണം. പത്രം 15% കമ്മീഷൻ കൊടുക്കുന്നത് വഴി 85% അവരുടെ പണം സേഫ് ആക്കുകയാണ് എന്ന് പറയുന്നതാവും ശരി. മുൻപൊക്കെ വാർത്താ രൂപേണ കൊടുക്കുന്ന പരസ്യങ്ങൾക്ക് അത് പരസ്യമാണ് എന്ന് വായനക്കാർ തിരിച്ചറിയുന്നതിന് വേണ്ടി വലിയ ബോർഡറുകൾ കൊടുക്കും. പത്രത്തിൽ വാർത്ത കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന അതേ ഫോണ്ട് ഉപയോഗിക്കില്ല. പരസ്യം അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഇമ്പാക്ട് ഫീച്ചർ, മാർക്കറ്റിംഗ് ഫീച്ചർ, അഡ്വർട്ടോറിയൽ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഇത്തരം പെയ്ഡ് റൈറ്റപ്പുകളുടെ മുകളിൽ വ്യക്തമായി വെക്കുമായിരുന്നു. അപ്പോൾ വായനക്കാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് ഒരു മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ് ആണ്, അതിന് ആ വില കൊടുത്താൽ മതി എന്ന്. എന്നാൽ ഇന്ന് വന്ന് പത്രങ്ങളിൽ പരസ്യങ്ങളല്ല വാർത്തകളാണ് വിൽക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. പരസ്യ ഫോർമാറ്റിൽ കൊടുക്കുന്ന മാറ്ററിന് റെസ്പോൺസ് കുറവാണ് പോലും. അതുകൊണ്ട് വാർത്താ രൂപേണ കൊടുക്കുന്ന മാറ്ററിനാണ് അത്രേ റെസ്പോൺസ് കൂടുതൽ. ഇത്തരം പരസ്യങ്ങൾക്ക് 50% അധികം ചാർജുകൾ മേടിക്കുന്ന പത്രങ്ങളും ഇന്ന് ഈ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇന്ന് പത്രങ്ങളുടെ ലീഡ് സ്റ്റോറി പോലും ഇന്ന് ലക്ഷങ്ങൾ മേടിച്ച് എഴുതി പിടിപ്പിക്കുന്നവയാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന PR ഏജൻസികളുമുണ്ട്. പരസ്യ ഏജൻസികളെക്കാൾ ഇന്ന് കൂടുതൽ വരുമാനം പത്രങ്ങൾക്ക് നൽകുന്നത് ഇത്തരം PR ഏജൻസികളാണ്. ഇവരുടെ ക്ലയന്റിന് വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുക, വിവാദങ്ങൾ നിർവീര്യമാക്കുക, ഇമേജ് ബിൽഡിംഗ് നടത്തുക, ശത്രുവിന്റെ ഇമേജ് നശിപ്പിക്കുക, ജനശ്രദ്ധ മാറ്റുക, ജനശ്രദ്ധ ആകർഷിക്കുക, പേഴ്സണൽ പ്രൊമോഷൻ നടത്തുക തുടങ്ങിയ പല പരിപാടികളും ഉണ്ട്. ഇതിനായി ഏജൻസികൾക്ക് പ്രതിമാസ വേതനവും PR നടത്തുന്ന മാധ്യമങ്ങളുടെ ആ റേറ്റും നൽകണം. ഇന്ന് പേഴ്സണൽ ട്രെയിനർ, പേഴ്സണൽ ഗ്രൂമർ, പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് റോഡരികിൽ നിൽക്കുന്ന ലൈംഗിക തൊഴിലാളികൾക്ക് വരെ PR പേഴ്സണലുകൾ ഉള്ള കാലമാണ്. കാരണം എല്ലാവരും വളരെയേറെ ബ്രാൻഡ് കോൺഷ്യസ് ആണ്, എല്ലാവരും സെൽഫ് ബ്രാൻഡിങ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹിന്ദു ദിനപത്രം നടത്തിയത് ഒരു മാധ്യമ വ്യഭിചാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിവാദമായപ്പോൾ വാർത്തകളുടെ കണ്ടന്റിൽ പിണറായി വിജയൻ മലക്കം പറഞ്ഞപ്പോൾ അഭിമുഖത്തിൽ മുഖ്യൻ പരാമർശിക്കാത്ത ഭാഗം നൽകിയത് പത്രത്തിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് പ്രസ് സെക്രട്ടറിയുടെ കുറിപ്പ് വന്നപ്പോഴാണ് ഹിന്ദു ഖേദപ്രകടനവുമായി വന്നത്. പക്ഷേ ആ ഖേദപ്രകടനമാണ് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടത്. അഭിമുഖം ആവശ്യപ്പെട്ടത് കെയ്സൺ എന്ന PR ഏജൻസി, മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖത്തിൽ PR ഏജൻസി പ്രതിനിധികളുടെ സാന്നിധ്യം, PR ഏജൻസി നൽകിയ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് ഹിന്ദുവിന്റെ ലേഖികയുടെ ശോഭന K. നായർ എന്ന ബൈലനിൽ നൽകിയ അഭിമുഖം. ഒരു PR ഏജൻസിക്ക് മുഖ്യമന്ത്രിയിൽ ഇത്ര സ്വാധീനമോ എന്നതാണ് ഉയരുന്ന വലിയ മറ്റൊരു ചോദ്യം. വലിയ പാരമ്പര്യം പറയുന്ന ഒരു ദേശീയ മാധ്യമം എത്രത്തോളം അധപ്പതിച്ചു എന്ന് നോക്കുക. പത്രത്തിന്റെ അഭിമുഖം ഒരു PR ഏജൻസി ഒരുക്കുക, പത്രലേഖികയ്ക്കൊപ്പം PR എക്സിക്യൂട്ടീവുകൾ ഇരിക്കുക, മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന്
എരിവും പുളിയും പോരാ എന്ന് തോന്നി അവർ ഒരു വിഭാഗത്തെ കരിവാരിത്തേക്കുവാൻ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ലഹളയുണ്ടാക്കുവാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു അഡീഷണൽ കണ്ടന്റ് കൂടി പ്രിന്റ് ചെയ്ത് ലേഖികയ്ക്ക് നൽകുക. അത് പത്രലേഖിക സ്വന്തം ബൈലനിൽ ശോഭന കെ നായർ എന്ന പേരിൽ അത് പ്രസിദ്ധീകരിച്ചത് കാണുക. ആ ലേഖിക ഒരു യഥാർത്ഥ ജേർണലിസ്റ്റ് ആയിരുന്നു എങ്കിൽ താനുമായുള്ള അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം മറ്റാരെയും നിർത്തില്ലായിരുന്നു. കാരണം ഒരാൾ മനസ്സ് തുറക്കണമെങ്കിൽ ഒരു പ്രൈവസി ഉണ്ടാവണം. അതുമാത്രമല്ല, തൻ്റെ ബൈലനിൽ ഒരു അഭിമുഖം നൽകുമ്പോൾ താൻ ചോദിച്ച അതിന് കിട്ടിയ മറുപടി മാത്രമേ കൊടുക്കുവാൻ പാടുള്ളൂ. അതല്ലാതെ വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരുത്തൻ എഴുതി കൊടുക്കുന്ന ഒരു തുണ്ടുകൂടെ തൻ്റെ പേരിൽ ആ ലേഖയ്ക്ക് എങ്ങനെ കൊടുക്കുവാൻ സാധിക്കും? അല്ലെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, ആ PR ഏജൻസി തന്നെ ആ മാറ്റർ തയ്യാറാക്കി അവരത് ലേഔട്ട് ചെയ്ത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് വെച്ച് നൽകട്ടെ എന്ന്. ഹിന്ദു ഈ ചെയ്ത പണിയെയാണ് മാധ്യമ വ്യഭിചാരം എന്ന് പറയുന്നത്. ഈ വിവാദ PR കണ്ടന്റ് ശോഭന കെ നായർ എന്ന ബൈലനിൽ പ്രസിദ്ധീകരിച്ച ഈ പെയ്ഡ് ഇന്റർവ്യൂവിന് എത്ര കോടി കിട്ടി എന്ന് ഹിന്ദു വെളിപ്പെടുത്തണം. വാർത്തകളിൽ വിഷം പുരട്ടി പ്രസിദ്ധീകരിച്ചതിന്, പത്രത്തിന്റെ പൂർവികർ ഉണ്ടാക്കിയ ആ മാനം വ്യഭിചരിച്ചതിന് കിട്ടിയ തുക ഹിന്ദു വെളിപ്പെടുത്തണം. പിണറായിയെയോ രാഷ്ട്രീയക്കാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ തൊഴിലിന്റെ ഭാഗമാണ്. കൈസൻ നൽകിയ റിലീസ് ഓർഡർ ഹിന്ദു പരസ്യപ്പെടുത്തണം. ഈ പെയ്ഡ് PR വഴി പത്രത്തിന് ലഭിച്ച പണം എത്രയെന്ന് അവർ വ്യക്തമാക്കണം. അതുപോലെ കൈസനും വ്യക്തമാക്കണം ഈ PR ക്യാമ്പയിന് അവർ ചാർജ് ചെയ്ത പണം എത്ര, ആരാണ് അവർക്ക് പണം നൽകുന്നത്, സംസ്ഥാന PRD ആണോ അതോ മറ്റേതെങ്കിലും വകുപ്പാണോ അതോ പിണറായിയോ മരുമകനോ കുടുംബക്കാരോ ആണോ അതോ മറ്റേതെങ്കിലും ആന്റി സോഷ്യൽ എലമെന്റ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന തരത്തിൽ പണം മുടക്കിയതാണോ അതോ സ്വർണ്ണക്കടത്ത് മാഫിയകൾ സ്പോൺസർ ചെയ്തതാണോ എന്ന് വെളിപ്പെടുത്തണം. അതല്ലെങ്കിൽ പിണറായിക്ക് പണി കൊടുക്കുവാൻ ശത്രുക്കൾ ചെയ്തതാണോ എന്നും വെളിപ്പെടുത്തണം. പിണറായി വിജയൻ മനസ്സാവാച അറിയാത്ത കാര്യമെങ്കിൽ ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കണം. വയനാട് ദുരന്തത്തെക്കുറിച്ച് ITV ന്യൂസ് വാർത്ത നൽകിയപ്പോൾ സുവമോട്ടോ കേസെടുത്ത് ഞങ്ങളുടെ ഓഫീസ് റെയ്ഡ് നടത്തി ഉപകരണങ്ങൾ കൊണ്ടുപോയി പിണറായിയുടെ പോലീസിന് ശശിക്ക് ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കുവാൻ, ആ ലേഖികയ്ക്കെതിരെ കേസെടുക്കുവാൻ, അവരുടെ ഓഫീസ് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുവാൻ ധൈര്യമുണ്ടോ, ഉറപ്പുണ്ടോ? കാണില്ല. കാരണം ഞങ്ങളെപ്പോലെയുള്ളവരുടെ നെഞ്ചത്ത് കയറുവാനേ ഇവന്മാർക്ക് ഉറപ്പുള്ളൂ. ഓർക്കണം, പ്രസ് സെക്രട്ടറി, മീഡിയ ഉപദേഷ്ടാവ്, മീഡിയ വിങ്, സോഷ്യൽ മീഡിയ വിങ്, PRD അങ്ങനെ പ്രതിമാസം കോടികൾ മുടക്കി PR നടത്തുവാനും ഇമേജ് ബിൽഡിംഗ് നടത്തുവാനും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്ന വിജയനാണിപ്പോൾ കൈസൺ എന്ന PR ഏജൻസി വഴി ഹിന്ദുവിൽ ഒരു അഭിമുഖം തരപ്പെടുത്തിയത് എന്നോർക്കണം. ഇന്റർവ്യൂവിന്റെ സമയത്ത് PR ഏജൻസിയുടെ ആളുകൾ പിണറായിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം പിണറായിയുടെ സിൽബന്ധികൾ ITV ന്യൂസിനോട് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, പിണറായി വിജയന് ഹിന്ദുവിന്റെ ലേഖിക ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഒരു പുട്ടും മനസ്സിലാവില്ല. അതുപോലെ പിണറായി പറയുന്നത് ലേഖികയും മനസ്സിലാവില്ല. എന്നാൽ ഹിന്ദുവിൽ വാർത്തയും വരണം. പരിഭാഷകരും വിവർത്തകരും എല്ലാമായിരുന്നു അതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ എന്ന് വിളിച്ച് കളിയാക്കിയ വിജയനാണെന്ന് മാധ്യമ സിൻഡിക്കേറ്റുകളുടെ അധ്യക്ഷൻ. അതുപോലെ PR ഏജൻസികൾ എന്ന് കേട്ടാൽ തെറിവാക്ക് കേൾക്കുന്നത് പോലെ അറപ്പ് ഭാവിച്ചിരുന്ന വിജയനാണ് ഇന്ന് കൈസൺ എന്ന PR ഏജൻസിയെ കൊണ്ട് ഹിന്ദുവിൽ അഭിമുഖം ഒരുക്കിയത്. ഇനി PR ഏജൻസി പരാമർശത്തോട് PR വിജയന്റെ ഒരു പഴയ പ്രതികരണം നമുക്ക് കാണാം. PR ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നും അത് ആ ഏജൻസി പറയുന്നതനുസരിച്ചാണ് CM എപ്പോൾ ചിരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രതിച്ഛായ വർധനവിന് ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദവിവരങ്ങൾ നൽകുകയാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇനി വരുമ്പോൾ മറ്റുള്ളവർക്കും അത് പ്രയോജനകരമാവും. അതുകൊണ്ടാണ് ഈ തോന്നുന്നത്. അത് ശരി, നിങ്ങൾ കുറച്ചു കാലമായല്ലോ ഇത് ഈ കയ്യിലും കുത്തി നടക്കുന്നത്. ഇപ്പം പുതുതായിട്ട് വന്നതല്ലോ, ഞാനും കുറച്ചു കാലമായി കയ്യിലും കുത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഇപ്പം ആദ്യമായിട്ട് കാണുകയല്ല, കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന് മറ്റാരുടെയെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയാന്നുള്ള ശീലമാണ് എനിക്കുള്ളത് എന്ന് അത് സാമാന്യ ബുദ്ധിയുള്ളവരാരും പറയില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ? എന്നാൽ ഞാൻ ആ PR ഏജൻസിനെ ബന്ധപ്പെട്ട് എൻ്റെ ചെവിടിൽ മറ്റേ നിങ്ങളെ ചെവിട്ടിൽ ചിലപ്പോൾ വെക്കാറുണ്ട് സാധനങ്ങൾ. അങ്ങനെയൊന്നും എൻ്റെ ചെവിട്ടിൽ ഇപ്പോൾ ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെന്ന് ചിലപ്പോൾ നിർദ്ദേശങ്ങൾ വരാറുണ്ടാവുമല്ലോ. അങ്ങനെ നിർദ്ദേശം വരാനുള്ള ഒരു സാധനം എൻ്റെ കയ്യിലില്ലല്ലോ. ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ, നിങ്ങൾ ഫ്രീ ആയിട്ട് ചോദിക്കുകയല്ലേ. ഏതെങ്കിലും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും PR ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണോ ഞാൻ? എന്നെ ഈ നാട്ടിനറിയില്ലേ. ബെസ്റ്റ് ഇപ്പൊ എങ്ങനെ ഇരിക്കണം? i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.